സത്യത്തിൽ കേരളത്തിൽ അർഹിക്കാത്തൊരു വിജയമാണ് കോൺഗ്രസ് നേടിയിട്ടുള്ളത്, UDF നേടിയിട്ടുള്ളത്. കളവ് പറഞ്ഞ്, നുണ പറഞ്ഞ്, അപവാദ പ്രചരിപ്പിച്ച്. നമസ്കാരം. മയങ്ങിപ്പോയി, ഒന്നു മയങ്ങിപ്പോയി, അപ്പോൾ മധുമാസ ചന്ദ്രൻ വന്ന് മടങ്ങിപ്പോയി. വർഷങ്ങൾക്ക് മുമ്പ് ആകാശവാണിക്ക് വേണ്ടി P. ഭാസ്കരൻ എഴുതിയ ഈ വരികൾ വെറുതെ ഓർത്തുപോയി. ഉച്ചമയക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നപ്പോഴേക്കും പിണറായി സൂര്യൻ അണഞ്ഞുപോയതിൻ്റെ ദുഃഖം ഇങ്ങനെ പാടി പാടി നടക്കുകയാണ് വടക്കൻ പറവൂരുകാരിയായ ഈ വിപ്ലവകാരി. പുള്ളിക്കാരിക്ക് VD സതീശൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ വല്ലാതെ ചൊറിഞ്ഞു കയറുകയാണ്. വനവാസത്തിന് പോകേണ്ട സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമെന്ന് സ്വപ്നത്തിൽ പോലും അവർ കണ്ടില്ല. കോട്ടപ്പുറം രൂപതയ്ക്ക് കീഴിലുള്ള പള്ളിപ്പുറം സെൻറ് മേരീസ് ഹൈസ്കൂളിലെ അധ്യാപികയാണിവരെങ്കിലും അപാരമായ പിണറായി സ്നേഹത്താൽ ഒരു അന്തംഗമ്മിയായി പരിണമിച്ച ഒരു ടീച്ചറാണിത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായിരുന്നു ഈ വനിത. ഇപ്പോൾ സമഗ്ര ശിക്ഷ കേരളയുടെ ട്രെയിനറായിട്ടാണ് ജോലി ചെയ്യുന്നത് എന്നാണ് അറിയുന്നത്. സ്ത്രീ ശരീരത്തിൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമൊക്കെ മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് ഈ സ്ത്രീ കാച്ചി വിടുന്നത് കേട്ടാൽ തന്നെ ട്രെയിനർ ജോലിക്ക് പറ്റിയ ആളാണെന്ന് നമുക്ക് മനസ്സിലാകും. 2,50,000 പരം വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് തോറ്റ മുതലാണ് ഇങ്ങനെ നിരന്തരം VD സതീശനെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കുറേ സഖാത്തുകൾ പിണറായി വിജയൻ്റെ പതനം ഉറപ്പാക്കിയവരാണ്. തെക്ക് ആര്യ രാജേന്ദ്രൻ ആ കർമ്മം നിർവഹിച്ചു. മധ്യ തിരുവിതാംകൂറിൽ പാർട്ടിയെ തകർത്തെറിഞ്ഞത് വീണ ജോർജിൻ്റെ ഉത്സാഹമാണ്. എറണാകുളം ജില്ല കേന്ദ്രീകരിച്ചാണ് ഈ വിപ്ലവകാരിയുടെ പ്രവർത്തനങ്ങൾ. അങ്ങ് വടക്ക് ചെന്നാൽ അവിടെ നമുക്ക് PP ദിവ്യയുണ്ട്. ഇതിനെല്ലാം കാണുമ്പോൾ തന്നെ ജനങ്ങൾ മുഖം തിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴും. ശൈലജ ടീച്ചറും ശ്രീമതി ടീച്ചറും കഴിഞ്ഞാൽ പിന്നെ രണ്ടാം നിര ടീച്ചർമാരുടെ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു ധീര വിപ്ലവകാരിയാകുന്നു ഇവർ. ജനങ്ങളെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചിട്ടാണത്രേ VD സതീശൻ മുഖ്യമന്ത്രിയായത്. അങ്ങനെ പറഞ്ഞാലുടൻ തെറ്റിദ്ധരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. നുണ പറഞ്ഞു വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു പ്രചരിപ്പിച്ച് അങ്ങനെയൊക്കെയാണത്രേ സതീശൻ ജയിച്ചത്. അപ്പോൾ കോടിക്കണക്കിന് രൂപ മുടക്കിയ സർക്കാരിൻ്റെ അവദാനങ്ങൾ പാടി ഫ്ലെക്സ് വെച്ചതും പരസ്യം കൊടുത്തതും ഒന്നും പ്രയോജനം ചെയ്തില്ലേ? എന്തിനേറെ ഇന്നാട്ടിലെ അന്തങ്ങളും കമ്മികളും ഫെമിനിസ്റ്റുകളും നവോത്ഥാന നായികമാരും ക്യാപ്സൂൾ കമ്മികളും ബുദ്ധിജീവികളും പടപ്പാട്ടുകാരുമൊക്കെ തള്ളിമറിച്ചതിനും പ്രയോജനം ഇല്ലാതെ പോയല്ലോ. അപ്പോൾ VD സതീശൻ്റെ നുണയുടെ ബലത്തെ സംഘടനാശേഷി കൊണ്ടും സ്വാധീനം കൊണ്ടും ഭരണസ്വാധീനം കൊണ്ടും ജനകീയത കൊണ്ടും മറികടക്കാൻ കഴിയാതെ പോയെങ്കിൽ ക്ഷപരം ചെയ്യാൻ പോകുന്നതാണ് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇനി പറ്റിയ പണി. ഈ സ്ത്രീയെപ്പറ്റി എന്തൊക്കെയോ ഉച്ചക്കഥകൾ പറഞ്ഞ് ഒരു പത്രം സദാചാര വിരുദ്ധമായൊരു വാർത്ത നൽകിയതും അത് KM ഷാജഹാനെ പോലെയുള്ള യൂട്യൂബർമാർ ഏറ്റുപിടിച്ചതുമായ ഒരു സംഭവം ഓർമ്മയില്ലേ? അങ്ങനെയാണ് ടീച്ചർക്ക് ഈ അന്താരാഷ്ട്ര പ്രസക്തി കൈവന്നത്. എന്തായാലും ഒരു പാതിരാത്രിയിൽ KM ഷാജഹാനെ പോലീസ് സംഘം പൊക്കിയെടുത്ത് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കി. സ്ത്രീവിരുദ്ധത ആരോപിച്ച ഷാജഹാനെ കോടതി തട്ടി അകത്താക്കുന്നതും കാത്ത് ഇടത് സൈബർ ഹാൻഡിലുകളും സഖാക്കളും കാത്തിരുന്നു. പക്ഷേ മജിസ്ട്രേറ്റ് നിരുപാധികം ഷാജഹാന് ജാമ്യം കൊടുത്തു. പിണറായിയുടെ ഭ്രമയുഗം ഞൊണ്ടി അവസാനിക്കുകയും VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുകയും ചെയ്തതോടെ ഈ സ്ത്രീ വായിൽ നാക്കിട്ടിട്ടില്ല. ഇതുപോലെയുള്ള സ്ത്രീകൾ ഈ പാർട്ടിക്ക് വേണ്ടി അവതാരം എടുത്തതോടെയാണ് എറണാകുളം ജില്ലയിൽ പാർട്ടി വട്ടപൂജ്യമായത്. ജനങ്ങൾ അത്രയേറെ വെറുത്തുപോയി ഇവരെയൊക്കെ എന്ന് ഇവർ തിരിച്ചറിയുന്നില്ല. സതീശനെ കുറ്റം പറഞ്ഞും കോൺഗ്രസ്സുകാരെ തെറിവിളിച്ച് നടക്കുന്ന സമയം കൊണ്ട് സ്വന്തം പാർട്ടിയെ ജില്ലയിൽ ശക്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തൂ സഹോദരി. പിണറായി സർക്കാരിൻ്റെ കാലത്ത് അതിജീവിതകളുടെ അസോസിയേഷൻ ഉണ്ടാക്കാൻ ഇറങ്ങി തിരിച്ച ആളാണ് ഈ ടീച്ചർ. രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടാൻ ഇറങ്ങിയതോടെയാണ് ഉശിരു കൂടിയത്. ഇതിനിടയിലാണ് ഈ സ്ത്രീയും ഒരു അപവാദ കഥയിൽ പെട്ടുപോയത്. ഭരണം പോയതോടെ ഇവർ അതിരാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ സതീശൻ്റെ മുടിയിൽ എത്ര നര വീണു, അദ്ദേഹം ചെവിക്ക് പിടിക്കുന്നുണ്ടോ, നടക്കുന്നത് എങ്ങനെയാണ്, ആരോടൊക്കെ സംസാരിക്കുന്നു, വിമാനത്തിൽ പോകുന്നുണ്ടോ, വയറൊഴിഞ്ഞു പോകുന്നുണ്ടോ, ഇതൊക്കെയാണ് ഇവരുടെ അന്വേഷണം. എന്നാലും പിണറായി വിജയൻ മൂന്നാമതും വരുമെന്നും തങ്ങളൊക്കെ ഇവിടെ ജ്വലിച്ചുയരുമെന്നും ഫെമിനിസം ആടിത്തിമിർക്കുമെന്നും വിപ്ലവം പൂക്കുമെന്നുമൊക്കെ ചിന്തിച്ച് കഴിഞ്ഞുകൂടിയിരുന്ന ഒരു പാവമാണ് ഇവരും. എന്തായാലും ഈ ടീച്ചറുമായി ബന്ധപ്പെട്ട ആരോപണ കഥയിലെ MLAയും നിയമസഭയിൽ എത്തിയില്ല. നിങ്ങൾ ആരെ വേണമെങ്കിലും വിവാഹം കഴിച്ചുകൊള്ളൂ, എന്നാൽ ലൈംഗിക ബന്ധം നടത്തുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുമായി മാത്രം എന്ന മഹത് വചനം നൽകിയ നവകേരളത്തിൻ്റെ അഭിമാന സ്തംഭമാണ് ഈ സ്ത്രീ.
ഈ വചനപ്രഘോഷണം എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കാര്യത്തിൽ മാത്രം ബാധകമല്ലാതെ പോയി എന്ന് അറിയില്ല. ഒരിക്കലും ജയിക്കില്ലെന്നുറപ്പുള്ള എറണാകുളത്ത് മത്സരിക്കാൻ പിണറായി വിജയൻ ഈ സ്ത്രീയെ ചുമതലപ്പെടുത്തിയതിൻ്റെ ഒരു ഇളക്കമാണ് ഇതെല്ലാം. ആന്റൺ ചെക്കോവിൻ്റെ ഒരു നാടകത്തിൽ അധ്യാപികയായ ഒരു കഥാപാത്രം പറയുന്നുണ്ട്, ഒരധ്യാപികയ്ക്ക് താൻ വിശ്വസിക്കുന്നത് പറയാൻ അനുവാദമില്ല, പറയാൻ അനുവദിച്ചതിലാകട്ടെ വിശ്വാസ്യതയുമില്ല. ഇതുപോലെയാണ് ഓരോ സഖാവും. കാര്യങ്ങളെല്ലാം അറിയാമെങ്കിലും ഇവർക്ക് പ്രസ്ഥാനം പറഞ്ഞു പഠിപ്പിച്ചതേ വിശ്വസിക്കാൻ അവകാശമുള്ളൂ. ഇവരെ പോലെയുള്ളവർ ദിവസം 2-3 പോസ്റ്റും 2 അഭിമുഖങ്ങളും നിരന്തരമായി കൊടുത്താൽ ഒറ്റ വർഷം കൊണ്ട് തീരാവുന്നതേ ഉള്ളൂ ഈ പാർട്ടിയുടെ ബാക്കി കഥ കൂടി. സകലതിനും തലപ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. പാർട്ടിയെ ജയിപ്പിക്കാനുള്ള ശക്തി ഒന്നുമില്ലെങ്കിലും വൈപ്പിനിലെ ഒരു ഇടത് MLA തോൽപ്പിക്കാനുള്ള കഴകത്തൊക്കെ ഇവർക്കുണ്ട്. ജനങ്ങൾ മുഴുവൻ വെറുത്ത പിണറായി വിജയനെ തൂത്തെറിഞ്ഞ് 13 മന്ത്രിമാരെയും വീട്ടിലിരുത്തിയ VD സതീശൻ കള്ളം പറയുന്നു എന്നാണ് ഇവരിപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനെ VD സതീശൻ കള്ളം പറഞ്ഞാലുടൻ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം തകരുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വിശ്വാസ്യതയാണ് ഈ സമൂഹത്തിലുള്ളത്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വന്ന VD സതീശന് ജനങ്ങൾ നൽകുന്ന സ്നേഹവും വിശ്വാസ്യതയും ഈ സ്ത്രീയെ വല്ലാതെ വിരളി പിടിപ്പിച്ചിരിക്കുകയാണ്. ഓരോ ദിവസവും ഉച്ചമയക്കത്തിൽ നിന്നും ഞെട്ടി ഉണരും. അപ്പോൾ മുറ്റത്തേതെങ്കിലും ഒരു കമ്മി ചാനലുകാരൻ കാത്തു നിൽക്കും. പിന്നെ അങ്ങ് ഇൻ്റർവ്യൂ ആണ്. എത്ര ചികിത്സിച്ചാലും ഭേദമാകാത്ത ഈ സൂക്കേടും ചുമന്ന് ഇനിയുള്ള 5 വർഷവും കഴിയണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് കഷ്ടം തോന്നുന്നത്. VD സതീശനെ പറ്റി പറഞ്ഞ ശേഷം കാരണഭൂതത്തെ സ്തുതിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഓരോ പ്രതിസന്ധിയെയും, അത് ചിലപ്പോ പ്രകൃതി ദുരന്തങ്ങളാവാം, കാലാവസ്ഥ വ്യതിയാനങ്ങളാവാം, അല്ലെങ്കിൽ ധനപ്രതിസന്ധിയാകാം, ഉപയോഗിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി ഉപയോഗിച്ച് മറികടക്കാം. അതാണ് കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷം കാണിച്ചു കൊടുത്തത്. അതാണ് കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷം കാണിച്ചു കൊടുത്തത്. പിണറായി വിജയന്റെ ശേഷിയെപ്പറ്റിയും ശിംഷിയെപ്പറ്റിയും ഒക്കെ പറയുന്നതൊന്ന് കേൾക്കണം. ദുരന്തങ്ങളെ മറികടക്കാനുള്ള പിണറായിയുടെ കഴിവ് അപാരമാണത്രേ. പിണറായി എന്ന മഹാദുരന്തത്തെ മറികടക്കാനുള്ള ജനങ്ങളുടെ കഴിവാണ് അതിലും ഭയങ്കരം. പിണറായി വിജയന്റെ എഫിഷ്യൻസി ആയിരുന്നു എഫിഷ്യൻസി. എന്തായാലും ഇതുപോലെ വിവരദോഷികളായ കുറേ വിപ്ലവകാരികൾ കൂടി ഉണ്ടെങ്കിൽ പിണറായി വിജയൻ 5 വർഷം കൂടി തുഴഞ്ഞതുകൊണ്ടും ഒരു മെച്ചവും ഉണ്ടാകാൻ പോകുന്നില്ല. UDF സർക്കാർ അധികാരത്തിൽ വന്നതിൻ്റെ തൊട്ട് തലേന്ന് മുതൽ ഇവർ പണി തുടങ്ങിയതാണ്. കേരളത്തിലേക്ക് വരാൻ ഇവർ ആഗ്രഹിക്കാത്ത രോഗങ്ങളില്ല. പ്രകൃതി ദുരന്തങ്ങളും വെള്ളപ്പൊക്കവും ഒഴിയരുതേ എന്നാണ് പ്രാർത്ഥന. UDF കൊടുത്ത വാഗ്ദാനങ്ങളെല്ലാം പാഴാകണേ എന്ന് വിളിച്ചു ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. VD സതീശൻ ജയിക്കാതിരിക്കാനായിരുന്നു ആദ്യത്തെ പ്രാർത്ഥന. ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ മുഖ്യമന്ത്രിയാകരുതേ എന്ന് പറഞ്ഞായിരുന്നു പ്രാർത്ഥന. ഈ സ്ത്രീക്ക് അറിയാമോ, കർത്താവ് പൊന്നുതമ്പുരാന് VD സതീശൻ കഴിഞ്ഞേ ഉള്ളൂ കേരളത്തിലെ മെത്രാന്മാർ പോലും.